ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഓൺ വോയിസ് വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യത്തിലേക്ക് വരാം. ഹസ്ബൻഡ് ഗൾഫിലും ഭാര്യ നാട്ടിലുമായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഏത് ഭാര്യമാരും ആഗ്രഹിക്കുന്നതാണ് എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഗൾഫ് കൺട്രീസിൽ ജീവിക്കണം എന്നുള്ളത്. പക്ഷേ പല ഭർത്താക്കന്മാരും ഭാര്യമാരെ കൊണ്ടുപോകാൻ തയ്യാറാവാത്തത് ഫിനാൻഷ്യലി അത്ര ഓക്കെ അല്ലാത്തത് കൊണ്ടാണ്. കാരണം അവിടുത്തെ ഓരോ ദിവസത്തെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. അങ്ങനെയാവുമ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പ്രത്യേകിച്ച് അവിടെ ഒരു സ്കൂൾ ജോബൊക്കെ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സുഖമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഷാർജനെ സംബന്ധിച്ച് ആകെ 4 ദിവസം വർക്ക് ഉണ്ടേ ഉള്ളൂ, 3 ദിവസം നമുക്ക് ഓഫാണ്. മറ്റുള്ള എമിറേറ്റ്സിലാണെങ്കിലും അങ്ങനെ തന്നെ 2 ദിവസം ഉറപ്പായും ഓഫാണ്. പിന്നെ ഫ്രൈഡേ ഹാഫ് ഡേ ഉണ്ടാവുന്നേ ഉള്ളൂ. ബാക്കിയുള്ള സമയത്ത് നമുക്ക് പല രീതിയിലും ട്യൂഷൻ എടുത്തിട്ടും മറ്റതൊക്കെ ആയിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. എനിക്കെങ്ങനെയാണ് സ്കൂളിൽ ജോബ് കിട്ടിയത്, ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് എന്നുള്ളതൊക്കെ ഞാൻ വരുന്ന വീഡിയോസിലൊക്കെ പറയാം കേട്ടോ. ഇത്രയും ആളുകൾ സ്കൂളിൽ ജോബ് അന്വേഷിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവാൻ കാരണം ഞാൻ സ്കൂളിലെ ഒരു വീഡിയോ ഒരിക്കൽ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ആ സമയത്ത് ഒരുപാട് ഇടിയമായിട്ട് എനിക്ക് മെസ്സേജ് വന്നതുണ്ടായിരുന്നു. എങ്ങനെയാണ് സ്കൂളിൽ ജോലി കിട്ടുക, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വരുന്ന വീഡിയോസിലിടാം. ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ വൈസ് ഇന്ത്യൻ അക്കാഡമി അജ്മാനിൽ വാക്കൻസി ഉണ്ട്. കാരണം 2 ഡേയ്സ് മുമ്പ് അവിടെ വാക്കൻസി ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വൈസ് ഇന്ത്യൻ അക്കാഡമിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് അവർക്ക് മെയിൽ ചെയ്യാം. ഇനി നിങ്ങൾക്ക് നേരിട്ട് മെയിൽ ഐ ഡി വേണമെങ്കിൽ മെയിൽ ഐ ഡി എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ DM ആയിട്ട് ഞാൻ മെയിൽ ഐ ഡി സെൻഡ് ചെയ്ത് തരാം. ആരെങ്കിലുമൊക്കെ ജോബ് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്ക്. ആരെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് രക്ഷപ്പെടട്ടെ.